ഹായ് ഓൾ. നമുക്കിനി ലാസ്റ്റ് മൊഡ്യൂള് ഇൻഷുറൻസ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് എടുക്കാനുള്ളത്. അതിൽ മെയിനായിട്ട് ലൈഫ് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിന് ഗവേൺ ചെയ്യുന്ന ലോസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ നിന്നും നമുക്ക് ഷോർട്ട് എസ് എ വരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. IRDA ഒക്കെ എന്താണ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിനെ പറ്റിയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. First of all, what is life insurance? Life insurance is a type of contract that pay out a sum of money either on the death of the insured or a specified period. ലൈഫ് ഇൻഷുറൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, LIC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ലൈഫാണ് ആ ഇൻഷുറൻസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. കഴിഞ്ഞ ചാപ്റ്ററിൽ ജനറൽ ഇൻഷുറൻസ് പറഞ്ഞപ്പം അതിൽ എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും ആവാം, ഹൗസ് ആവാം, വെഹിക്കിൾ ആവാം, അതല്ലെങ്കിൽ ഒരു കാർഗോ, അതല്ലെങ്കിൽ ഒരു മറൈൻ ടൈപ്പ് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് പല ടൈപ്പിൽ ഇൻഷുറൻസ് നമുക്കാവാം. ബട്ട് ഇൻ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ദ സബ്ജക്റ്റ് മാറ്റർ വിൽ ബി ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ ആളുടെ ഡെത്തിലോ അല്ലെങ്കിൽ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു 10 ഇയർ ആണെങ്കിൽ 10 ഇയറിന് എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ 10 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പ്രീമിയം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലാണ് നമുക്ക് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും നമുക്ക് പല ടൈപ്പിൽ ചെയ്യാറുണ്ട്. അത് ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രം കിട്ടുന്നതോ അതല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിലൊക്കെ കിട്ടാം. അങ്ങനെ പല ടൈപ്പിലുള്ള ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഫസ്റ്റ് ഇത് ടേം ലൈഫ് പോളിസീസ് ആണ്. ടേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ടേം ഉണ്ടാവും, ഒരു കാലയളവ് ഉണ്ടാവും, ഒരു പീരീഡ്. ദാറ്റ് മേ ബി 10 ഇയേഴ്സ്, 12 ഇയേഴ്സ്, 15 ഇയേഴ്സ്, 20 ഇയേഴ്സ്, അങ്ങനെ എന്താണോ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് ആ ഒരു പീരീഡിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ടേം ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. അതിൽ നമുക്ക് വളരെ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ഒരു പോളിസി ആയതുകൊണ്ട് തന്നെ ക്യാഷ് വാല്യൂ ഇല്ല. അതായത് ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളങ്ങനെ ഒരു LIC എടുത്തിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ബോണ്ട് ചെയ്തിട്ട് ഒരു ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് മോഡ്ഗേജ് ചെയ്തിട്ട് ലോൺ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടേം ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ഉള്ളതായതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഹോൾ ലൈഫ് ഇൻഷുറൻസും യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. അതായത് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴും ഹോൾ ലൈഫ് എന്ന് പറയുമ്പോഴും ആസ് എ എൻഡ്, ദാറ്റ് മീൻസ് ഫുൾ ലൈഫാണ് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഹോൾ ലൈഫും യൂണിവേഴ്സലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സൽ ഫ്ലെക്സിബിളാണ്. അതായത് പ്രീമിയം നമുക്ക് ഒരു കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രീമിയത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഇത്ര അധികം പ്രീമിയം ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ച് എമൗണ്ടേ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കാം. അതിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സലിലുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹോൾ ലൈഫ് ഇൻഷുറൻസിലില്ല. ഓക്കെ, അതാണ് അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. പക്ഷേ ആ സെയിം മീനിങ് ആണ്. നമ്മുടെ ലൈഫ് ലോങ് കൊണ്ട് നടക്കുന്ന ഒരു പോളിസിയാണ് രണ്ടും. അത് രണ്ടും നമുക്ക് ക്യാഷ് വാല്യൂ ഉള്ളതാണ്. അതായത് നമുക്ക് അത് രണ്ടും വളരെ ലോങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ അത് നമുക്ക് മോഡ്ഗേജ് ചെയ്തിട്ട് ക്യാഷ് നമുക്ക് ലോൺ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എൻഡോമെൻറ്റ് പ്ലാനാണ്. എൻഡോമെൻറ്റ് എന്ന് പറയുമ്പം കോമ്പിനേഷൻ ഓഫ് ഡെത്തും ടീനറും. അതായത് നമുക്ക് ഒരു പേഴ്സൻ്റെ ഡെത്ത് നടക്കുമ്പോൾ മാത്രമല്ല, അത് പീരീഡ് മെച്യൂരിറ്റി ആവുമ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് എൻഡോമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. മിക്ക ആളുകളും ഈ ഒരു പോളിസി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ഇത് മാത്രമല്ല, അടുത്തതും മണി ബാക്ക് പോളിസിയും പല ആളുകളും ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് എൻഡോമെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 20 വർഷത്തേക്ക് എടുത്തിട്ടുള്ളൊരു പോളിസിയാണെന്ന് വിചാരിക്കുക. 20 വർഷത്തിനകത്ത് ഇയാൾ മരിച്ചില്ലെങ്കിൽ 20 വർഷമാകുമ്പോൾ അയാൾക്ക് ആ അടച്ച എമൗണ്ട് മുഴുവൻ റിട്ടേൺ ചെയ്ത് കൊടുക്കും. അതാണ് ആ ഒരു പോളിസിയുടെ പ്രത്യേകത. മറ്റുള്ളത് നമുക്ക് ഡെത്ത് ഓൺ ദ സ്പെസിഫൈഡ് ഇവൻ്റ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആ ഒരു ഒക്കെ ചെയ്യുന്ന സമയത്താണത് എമൗണ്ട് റിട്ടേൺ ചെയ്യുന്നത്.
അതാണ് എൻഡോമെൻറ്റ് പോളിസി. എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഡെത്ത് സംഭവിച്ചാലും ആ മെച്യൂരിറ്റി പീരീഡിൽ നമുക്ക് ആ ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇനി മണി ബാക്ക് പോളിസിയാണ്. മണി ബാക്ക് പോളിസി എന്ന് പറയുമ്പം ഒരു സ്പെസിഫൈഡ് പീരീഡുകളിൽ, അത് ഒരു 1 ഇയർ 2 ഇയർ, ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു 10-12 കൊല്ലം വരെ നമുക്ക് ഇങ്ങനെ എമൗണ്ട് അടച്ചിട്ട് 12 കൊല്ലം ആകുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങും. അത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങുന്ന ടൈപ്പിലുള്ള ഒരു പോളിസിയാണ് മണി ബാക്ക് പോളിസി. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, മണി ബാക്കാണ്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഗ്രൂപ്പ് ലൈഫ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ്. അത് മിക്കതും എംപ്ലോയറൊക്കെ എടുക്കുന്ന ഒരു പോളിസിയാണ്. എംപ്ലോയേഴ്സ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിസിയാണിത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ദെൻ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. അതായത് ഈ ഒരു ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അവർക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. അത് ഡെത്ത് തന്നെ സംഭവിക്കണമെന്നില്ല. ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ സർവൈവർഷിപ്പ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഇത് രണ്ടും സെയിം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ ഫസ്റ്റ് ഡെത്ത് സംഭവിക്കുന്ന, അതായത് ഇത് രണ്ടും മിക്കതും കപ്പിൾസാണ് സെലക്ട് ചെയ്യുക. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ജോയിൻറ്റ് ലൈഫ് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഡെത്ത് സംഭവിക്കുകയാണ്. ഒരാൾക്ക് ഫസ്റ്റ് ഡെത്ത്, അതായത് ഹസ്ബൻഡ് ആദ്യം മരിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ വൈഫിന് അത് ഇൻഷുറൻസ് കിട്ടും. അവിടെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പോളിസി എൻഡ് ചെയ്യുകയാണ്. അതേസമയം സർവൈവർഷിപ്പ് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടുപേരും മരണശേഷമാണ് ആ ഒരു ലൈഫ് ഇൻഷുറൻസ് കിട്ടുള്ളൂ, അതിൻ്റെ പോളിസി എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ജോയിൻറ്റ് ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഇല്ലാതിരിക്കുന്ന സമയത്ത് വൈഫിന് ജീവിക്കാൻ വേണ്ടി ഒരു ഫിനാൻഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു പോളിസി എടുക്കുന്നത്. അതേസമയം സർവൈവർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരുടെ മരണശേഷമായിരിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ആ ഒരു പോളിസി എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തേലെ ആ ഒരാൾ മരണത്തിന് ശേഷം അത് ക്ലോസ്ഡ് ആവും. അത് ബിസിനസ് പാർട്ട്നേഴ്സ് എടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ മറ്റേ ഫിലിം കണ്ടിട്ടുണ്ടാവും, ഈച്ച എന്ന് പറയുന്ന ഫിലിമിൽ ഒരാൾ മരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആളെ കൊല്ലാൻ നോക്കുന്നതൊക്കെ, അങ്ങനെ ചില ഫിലിംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരാളെ മനഃപൂർവ്വം നമ്മൾക്ക് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ ജെനുവിനായ റീസൺ ആണോ ഇൻഷുറൻസ് കമ്പനിക്ക് അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എങ്ങനെയൊക്കെയാണ്, ഇത്ര ടൈപ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് ഫീച്ചേഴ്സായിട്ട് നമുക്ക് എന്താണ്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതായത് ഒരു കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി അല്ല, ഇതൊരു ഇൻഡെമിനിറ്റി എന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരമാണ്. ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നഷ്ടപരിഹാരമാണെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ മരിച്ചു, അയാൾക്ക് എമൗണ്ട് കൊടുക്കുന്നു, അത് അയാളുടെ പകരമാവില്ല ഒരിക്കലും. അത് നമുക്ക് അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് ജീവിക്കാനും വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ഇൻഡെമിനിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ അതൊരു ഇൻഡെമിനിറ്റി ആണ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ഇതിൽ നമുക്ക് ഡിഫറൻസ് വരുമ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ സേവിങ്സ് ആണ്. ആക്ച്വലി ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴും ആളുകൾ അത് സേവിങ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കാറ്. നമ്മളത് സേവ് ചെയ്യണു, നമ്മുടെ മരണത്തിൽ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് കിട്ടുന്നു. ഇൻ കേസ് നമ്മൾ മരിച്ചില്ലെങ്കിലും ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. അതൊക്കെ നമുക്കൊരു സേവിങ്സ് പ്ലാനായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഈ ഒരു ലൈഫ് ഇൻഷുറൻസിനുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ജനറൽ പ്രിൻസിപ്പിൾ, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ലീഗൽ റിലേഷൻഷിപ്പ്, കൺസെൻസസ്, ആഡ് ഐഡം, അങ്ങനെ കുറച്ച് നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞല്ലോ. അതൊക്കെ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിളായിട്ടും വരുന്നത്. അത് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ
ജനറൽ ഇൻഷുറൻസിലുള്ള എല്ലാ പ്രിൻസിപ്പിൾസും ഇവിടെ വരുന്നില്ല. ബേസിക്കിൽ ആകെ ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റും നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, ഈ 3 പ്രിൻസിപ്പിൾ മാത്രമാണ് ലൈഫ് ഇൻഷുറൻസിൽ വരുന്നുള്ളൂ. ഇനി മെയിൻ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട്. ഇനി ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ 2 ടൈപ്പുള്ള ഇൻഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കാം ചോദിക്കാറുള്ളത്. ഇതിൽ ജനറൽ ഇൻഷുറൻസ് പറയുമ്പോൾ എന്താണ്, ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ എന്താണ്, ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് അല്ല. അതായത് ജനറൽ ഇൻഷുറൻസ് പറയുമ്പോൾ ഇപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ വീട് ഞാനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, ആ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണ് ആ ഇൻഷുറൻസ് കിട്ടുക. അതേസമയം ലൈഫാണെങ്കിലോ, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഞാൻ ഇൻഷുറൻസ് എടുത്തു, പക്ഷേ ഞാൻ മരിച്ചു, എനിക്ക് തന്നെ ആ ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല. എൻ്റെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഞാൻ ആരെയാണോ നോമിനിയാക്കി വെച്ചിരിക്കുന്നത് അവർക്കായിരിക്കും ഇൻഷുറൻസ് കിട്ടുക. അപ്പോൾ ഇത് ലൈഫ് ഇൻഷുറൻസ് ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് അല്ല, അത് വേറെ ആളുകൾ തമ്മിലുള്ളതാണ്. നമ്മൾ ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആവുന്നില്ല, ഒരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആവുന്നില്ല. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസാണ് ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ്, ലൈഫ് ഇൻഷുറൻസ് എന്തല്ല, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി അല്ല. ലൈഫ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവന് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയാളുടെ ജീവൻ തന്നെ നമുക്ക് തിരിച്ച് പിന്നെ പിടിക്കാൻ ആ ക്യാഷ് കൊണ്ട് പറ്റില്ല. അതേസമയം വല്ല വീട് കത്തി നശിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. അതാണ് ജനറൽ ഇൻഷുറൻസും ലൈഫും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ് അല്ല എന്ന് പറയുന്നതിനൊരു റീസൺ. ദെൻ ജനറൽ ഇൻഷുറൻസ് ഇൻഷുവേഴ്സ് ഹോം, ഓട്ടോമൊബൈൽസ്, ഇതൊക്കെയാണ് ജനറലിൽ ഇൻഷുറൻസ് ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസിൽ എന്താണ്, സബ്ജക്റ്റ് മാറ്റർ വിൽ ബി ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ദെൻ ജനറൽ ഇൻഷുറൻസ് ഇസ് ടേക്കൺ ഫോർ 1 year, ബട്ട് ലൈഫ് ഇൻഷുറൻസ് ഇസ് ജനറലി ഫോർ ലോങ് പീരീഡ്. ഒരു വർഷത്തിനൊന്നും വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് ഓപ്പൺ ചെയ്യാറില്ല. ദ ഒബ്ജക്റ്റ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ഇസ് ടു പ്രൊട്ടക്ട് ഫ്രം റിസ്ക്, ബട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് സെക്യൂരിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും സെക്യൂരിറ്റിയാണ്. നമുക്ക് റിസ്കിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. മരണം എന്തായാലും വരും. നമ്മൾ ഇൻഷുറൻസ് എടുത്തെന്ന് വെച്ചിട്ട് ഒരാൾ മരിക്കാതിരിക്കില്ല എന്തായാലും, അതുപോലെ നമുക്ക് അസുഖം വരാതിരിക്കില്ല. അതേസമയം അതിന് നമുക്കൊരു സെക്യൂരിറ്റി ആണെന്ന് പറയാൻ വേണമെങ്കിൽ. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്, ബട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഡസ് നോട്ട് അപ്ലൈ ഇൻ ലൈഫ് ഇൻഷുറൻസ്. ഇനി നമുക്ക് കുറച്ച് ടേംസാണ്. എന്തൊക്കെയാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, NCB എന്താണ്, നോമിനേഷൻ, അങ്ങനെ കുറച്ച് ടേംസുകളാണ്. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ആ കോൺട്രാക്റ്റാണ്, ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിനെ ആണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അതിൽ എന്താണ്, എത്ര കവറേജ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര പ്രീമിയം അടയ്ക്കാവുന്നുണ്ട്, എത്ര ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, എത്ര ടേമിലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ പറയുന്നത്. ദെൻ ക്ലെയിം ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറർ ടു ദ ഇൻഷുർഡ് ഓൺ ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്ട്. ക്ലെയിം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ, ഒരു പ്രത്യേക ഇവൻറ്റ് സംഭവിക്കുമ്പോൾ, ലോസ് സംഭവിക്കുമ്പോൾ ഇൻഷുർഡിനെ കൊടുക്കുന്ന എമൗണ്ടാണ് ക്ലെയിം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് NCB ആണ്. NCB പല ക്വസ്റ്റ്യൻസിലും നമുക്ക് 2 മാർക്സിന് വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. NCB എന്ന് പറയുന്നത് അത് ചിലപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ NCB എന്ന് മാത്രമായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതൊരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തിട്ട് പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു ടേം കേട്ട് പരിചയം ഉണ്ടാവും. NCB എന്ന് പറയുന്നത് ആക്ച്വലി it's a reward given by the insurer to the insured for no claim. That means ഇപ്പോൾ നമ്മളൊരു വർഷത്തിനാണ് മുമ്പൊക്കെ വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തിരുന്നത്. അപ്പോൾ ആ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു ക്ലെയിമും ഉണ്ടായിട്ടില്ല, ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല, ക്ലെയിമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വർഷം നമുക്ക് എന്താണ്, ഒരു 15% ഡിഡക്ഷൻ തരും അവർ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ നിന്ന്. അതായത് പ്രീമിയം ഒരു 1000 രൂപ അടയ്ക്കുന്ന കേസാണെങ്കിൽ അതിൽ നിന്ന് 15% കുറവ് തരും. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ നമുക്കത് 25% മാറും. 3 വർഷമാകുമ്പോൾ 35%. അങ്ങനെ
അങ്ങനെ ഓരോ ഇൻഷുറൻസ് കമ്പനീസ് എന്താണ് NCB എന്ന് പറഞ്ഞ ഒരു റിവാർഡ് കൊടുക്കുകയാണ് ഇൻഷുറൻസ് അടയ്ക്കണമെന്നൊരു ഡിഡക്ഷൻ പോലെ. അത് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കും കൂടിയാണ് നോ ക്ലെയിം ബോണസ്. അത് 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ദെൻ നോമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇൻ കേസ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഇൻഷുറൻസ് there will be one nominee. That means the insured need to nominate a person while in the case of ഡെത്ത്. എനിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടില്ല ക്യാഷ്. അപ്പോൾ ആർക്ക് കൊടുക്കണം എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. അതാണ് നോമിനേഷൻ. ദെൻ അസൈൻമെൻറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ദ പോളിസി ടു അനദർ പേഴ്സൺ. ദാറ്റ് മീൻസ് ദ അസൈൻമെൻറ്റ്. ഓക്കെ, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ റൈറ്റ്സിൻ്റെ ഡ്യൂട്ടീസ്, അതുപോലെ ടൈറ്റിൽ, പോളിസി മുഴുവനായിട്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി പ്രീമിയം മീൻസ് an amount that need to be paid on the specified period of the policy. പോളിസിയിൽ ഇപ്പം ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ് ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പ്രീമിയം, ഇൻസ്റ്റാൾമെൻറ്റ് പോലെയൊക്കെ. ദെൻ അഷൂറൻസ് മീൻസ് ഫിനാൻഷ്യൽ കവറേജ് ദാറ്റ് പ്രൊവൈഡ്സ് റെമ്യൂണറേഷൻ ഫോർ എൻ ഇവൻറ്റ് ദാറ്റ് ഈസ് സർട്ടൈൻ ടു ഹാപ്പൻ. എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു റെമ്യൂണറേഷൻ കൊടുക്കാമെന്ന് ഉള്ള ഒരു ഉറപ്പ്, അതാണ് അഷൂറൻസ്. ദെൻ പെരിൽ മീൻസ് ഇറ്റ്സ് എൻ ഇവൻറ്റ് ദാറ്റ് കോസ് എ പേഴ്സണൽ ഓർ പ്രോപ്പർട്ടി ലോസ് ബൈ ഫയർ, ഫ്ലഡ്, വിൻഡ് സ്റ്റോം, എക്സ്പ്ലോഷൻ എക്സെട്ര. ദാറ്റ് മീൻസ് ഒരു പേഴ്സണോ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും ലോസ് സംഭവിക്കാവുന്ന ഒരു ഇവൻ്റാണ്. അത് ഫയർ ആകാം, ഫ്ലഡ് ആകാം, എന്ത് റീസൺ കൊണ്ടും ആവാം. ആ റീസണിനെയാണ്, ആ ഇവൻറ്റിനെയാണ് പേരിൽ എന്ന് പറയുന്നത്. ദെൻ ഹസാർഡ് എന്ന് പറയുന്നത് ദാറ്റ് മേ ക്രിയേറ്റ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ചാൻസസ് ഓഫ് ദ ഇവൻറ്റ്. ഒരു പേരിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ അതിൻ്റെ ചാൻസ് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പോഷർ ഇറ്റ്സ് എ മെഷർ ഓഫ് ഫിസിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. അതാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇത്രയും ടേംസുകൾ അത് 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. ദെൻ ഇനി നമുക്ക് ഇൻഷുറൻസ് ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് IRDA എന്താണെന്നും അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ ലോസ്, ഇതൊക്കെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്, essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാറുണ്ട്. IRDA എന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇറ്റ്സ് എൻ ഓട്ടോണമസ് അപ്പെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിച്ച് റെഗുലേറ്റ്സ് ആൻഡ് ഡെവലപ്പ് ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. എല്ലാത്തിനും ഗവേൺ ചെയ്യാൻ ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാകും, ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. നമ്മൾ ബാങ്കിൻ്റെ കേസിൽ കുറേ ടോപ്പായിട്ട് നിൽക്കുന്ന ബാങ്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. RBI ആണ് അപ്പെക്സ് അതോറിറ്റി എന്ന് പറഞ്ഞു. RBI കഴിഞ്ഞാൽ ഏതാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രീയുടെ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് IRDA ആണ്. IRDAയുടെ പവർ ഫങ്ഷൻ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക പോളിസി ഹോൾഡേഴ്സിനെ, അതുപോലെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടു കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഷുറേഴ്സ്, then maintenance of solvency margin, ensuring insurance coverage in rural areas, regulating investment of പോളിസി ഹോൾഡേഴ്സ്. പിന്നെ കുറേ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട് IRDA. അത് ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് ലൈൻസൊക്കെ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നോക്കുക essay ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ. ദെൻ IRDAക്ക് കുറേ റോളുണ്ട്. റോൾ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊടുക്കുക, അതുപോലെ റെസ്പോൺസിബിൾ ഫോർ റിന്യൂവൽ, മോഡിഫിക്കേഷൻ, വിഡ്രോവൽ ആൻഡ് ക്യാൻസലേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ദെൻ ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി ഹോൾഡർ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് IRDAയുടെ റോളായിട്ടും വരുന്നത്. ഇനി നമുക്ക് ജനറൽ ഇൻഷുറൻസിനെയും ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് അവിടെ ഒരു ലോ ഉണ്ടാവും അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ജനറൽ ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്യുന്ന ലോയാണ് 4 ടൈപ്പിലുള്ള ലോസ് ഉണ്ട്. ഇൻഷുറൻസ് ആക്ട് 1938,
ഇന്ത്യൻ മറൈൻ ഇൻഷുറൻസ് ആക്ട് ഉണ്ട് 1963, ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് ഉണ്ട് 1972 ആൻഡ് ദ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് അമെൻമെൻറ്റ് ആക്ട് 2002. അതിനെക്കുറിച്ചിട്ടൊരു ഷോർട്ടാക്കിയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, പഠിച്ചു വയ്ക്കുക. ദെൻ ലോസ് റിലേറ്റിംഗ് ടു ലൈഫ് ഇൻഷുറൻസ്, അത് ഇൻഷുറൻസ് ആക്ട് 1938, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് ഉണ്ട് 1956, ദ IRDA ആക്ട് ഉണ്ട് 1999. ആ ഇയർ അടക്കം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് LIC ചാപ്റ്റർ, ഈ ഒരു LICയോട് കൂടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ, ഇന്ത്യൻ പബ്ലിക് സെക്ടർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. LIC കേൾക്കാതെ ആരും ഉണ്ടാവില്ല. ഇറ്റ്സ് ഇന്ത്യാസ് ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനി. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് അറ്റ് മുംബൈ. ഇറ്റ് ഈസ് അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, അതാണ് അത് പബ്ലിക് സെക്ടർ ആവുന്നത്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ലൈഫ് ഇൻഷുറൻസ് സ്പ്രെഡ് ചെയ്യുക, പീപ്പിളുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു, ദെൻ പോളിസി ഹോൾഡേഴ്സിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പോളിസി ഹോൾഡേഴ്സിന് എഫിഷ്യൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് LICക്ക് ഉണ്ട്. അതും പഠിച്ച് വയ്ക്കുക. LICനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അതിൻ്റെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഇതൊക്കെ തന്നെയാണ്. കളക്ട് ചെയ്യുക സേവിങ്സ്, ഷെയർസ് ഓഫ് കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കുക, ഇൻഡസ്ട്രീസിന് എങ്ങനെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കുക. ഈ LIC ഈ പോളിസി ഹോൾഡേഴ്സിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇത് വെറുതെ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യുന്നത്, ഇത് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിനെ ഇൻഡയറക്റ്റായിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോണ് കൊടുക്കുന്നു, ഹൗസിംഗ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിന് ഒരു ലിങ്കാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ LICയുടെ റോൾ ആൻഡ് ഫങ്ഷൻസ് പറയാൻ പറ്റും. ഇനി പോപ്പുലർ ഇൻഷുറൻസ് കമ്പനീസ്, ഇന്ത്യയിലുള്ള പോപ്പുലർ ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണ്? LIC, ബജാജ് അലയൻസ് കേട്ടിട്ടുണ്ടാവും, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, റിലയൻസ്, HDFC, നാഷണൽ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, യുണൈറ്റഡ് ഉണ്ട്. അങ്ങനെ കുറേ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഷോർട്ടാക്കിയിട്ട് 1-2 ലൈൻസും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ലോസാണ് കൂടുതലായിട്ട് നോക്കാനായിട്ടുള്ളത്. അത് 2-3 ലൈൻസ് ഒക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. എന്തായാലും അത് ലോസും ചോദിക്കാതിരിക്കില്ല, ഇൻഷുറൻസ് കമ്പനീസിനെ കുറിച്ചിട്ടും ചോദിക്കാതിരിക്കില്ല. IRDA, LIC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ.